കൊല്ലം വെള്ളിനെല്ലൂർ പഞ്ചായത്തിലെ മുളയറച്ചാൽ മാലിന്യ പ്ലാന്റിനെതിരെ നാട്ടുകാരുടെ പ്രതിഷേധം. കോഴി മാലിന്യവുമായി എത്തിയ വാഹനം തടഞ്ഞ് പുലർച്ചെ മുതലാണ് പ്രതിഷേധം. ഇതിൻ്റെ വിവരങ്ങളുമായി രാജ്കുമാർ ഞങ്ങളുടെ പ്രതിനിധി ചേരുകയാണ്. രാജ്കുമാർ, എന്താണ് ഇപ്പോഴത്തെ പ്രതിഷേധത്തിൻ്റെ അവസ്ഥ? തീർച്ചയായും മാലിന്യ പ്ലാന്റ് ഇവിടെ സാധ്യം ആകില്ല എന്ന് ആവശ്യപ്പെട്ടാണ് നാട്ടുകാരുടെ പ്രതിഷേധം ഉള്ളത്. മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ളവർ അവിടെ പ്രതിഷേധക്കാർക്കൊപ്പമുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരാവശ്യം എന്നത് കൊല്ലം വെള്ളിനെല്ലൂർ പഞ്ചായത്തിലെ മുളയറച്ചാലിലെ മാലിന്യ പ്ലാന്റിനെതിരെയാണ് അവിടുത്തെ നാട്ടുകാർ സംഘടിച്ചത്. ഇന്ന് പുലർച്ചെ മുതൽ പ്രതിഷേധമുണ്ട്. ഈ കോഴി മാലിന്യവുമായി എത്തിയ വാഹനം തടഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ പ്രതിഷേധം പുരോഗമിക്കുന്നത്. വിവരങ്ങളുമായി രാജ്കുമാർ ചേരുകയാണ്. രാജ്കുമാർ, ഈ എന്തൊക്കെയാണ് ഇപ്പോൾ നടക്കുന്ന ചർച്ചകൾ, ഇടപെടലുകൾ എന്തൊക്കെയാണ് വിവരങ്ങൾ? ഇത് ഈ മാലിന്യ സംസ്കരണം, അതായത് ഈ മാലിന്യങ്ങൾ അറവുശാലയിലെയും കോഴി വേസ്റ്റും മറ്റും മാലിന്യം കൊണ്ടുവന്ന് അത് പിന്നീട് ഫീഡാക്കി മാറ്റുന്ന ഒരു പ്രോസസ്സിംഗ് യൂണിറ്റ് ആണ് ഇപ്പോൾ അവിടെ ആരംഭിച്ചിരിക്കുന്നത്. ഇത് 2 കൊല്ലം മുമ്പ് ഇതവിടെ വന്നപ്പോൾ തന്നെ പ്രതിഷേധം ഉയർന്നപ്പോൾ വെള്ളിനെല്ലൂർ ഗ്രാമപഞ്ചായത്ത് ഇതിന്റെ കെട്ടിട പെർമിറ്റ് റദ്ദ് ചെയ്തു. പിന്നീട് ഇവർ ഹൈക്കോടതിയിൽ പോയി കോടതി ഉത്തരവുകളുടെ അടിസ്ഥാനത്തിലാണ് ഇത് പ്രവർത്തിച്ചു വന്നത്. ഇത് പഞ്ചായത്തിനെതിരെ, വെള്ളിനെല്ലൂർ ഗ്രാമപഞ്ചായത്തും നാട്ടുകാരും ഒക്കെ ഇതിനെതിരായിരുന്നു. ഇത് വയനാട് കേന്ദ്രീകരിച്ചുള്ള ചില കോൺഗ്രസ് നേതാക്കളുടെ സ്ഥാപനമാണെന്നാണ് ആക്ഷേപം. ഇത് അവിടുത്തെ കൊല്ലത്തെ KPCC ജനറൽ സെക്രട്ടറി സ്ഥാനം വഹിക്കുന്ന ഒരു നേതാവ് ഇത് ആദ്യം ഇതിനെ എതിർക്കുകയും പിന്നീട് പണം വാങ്ങി സെറ്റിൽ ചെയ്തു എന്നുള്ള വാർത്ത പിന്നീട് ഇതിന്റെ ശബ്ദരേഖ മറ്റും പുറത്തു വരികയും ഇത് കൈരളി ന്യൂസ് തന്നെ 2023 ഈ വാർത്ത പുറത്തുവിട്ടതാണ്. നിലവിൽ ഇപ്പോൾ ഈ ഹൈക്കോടതിയുടെ ഉത്തരവുമായി ഈ 2 മാലിന്യം കയറ്റിയ വണ്ടി അവിടെ വന്നു. ദുർഗന്ധം വമിച്ചതോടെ നാട്ടുകാർ ഇന്ന് പുലർച്ചെ ഇറങ്ങി അത് തടഞ്ഞു. പിന്നീട് അവിടെ സംഘർഷാവസ്ഥയായി. പോലീസ് അതിൽ ഇടപെടേണ്ടി വന്നു. പോലീസിന് ബലം പ്രയോഗിക്കേണ്ടി വന്നു. ഏറ്റവും ഒടുവിൽ നാട്ടുകാരുടെ ശക്തമായ പ്രതിഷേധത്തെ തുടർന്ന് പോലീസ് പിൻവാങ്ങി. ഹൈക്കോടതി ഉത്തരവ് ഇവർക്ക് വേണ്ട പ്രൊട്ടക്ഷൻ കൊടുക്കണമെന്നാണ് ഹൈക്കോടതിയുടെ നിലവിലെ ഉത്തരവ്. അതാണ് പോലീസിനെ അവിടെ വരുത്താൻ കാരണം. എന്തായാലും നാട്ടുകാർ ഇപ്പോഴും അടിയുറച്ചു നിൽക്കുകയാണ്. ഒരു കാരണവശാലും തങ്ങൾക്ക് വായുവും മലിനജലവും സമ്മാനിക്കുന്ന ഈ മാലിന്യ പ്ലാന്റ് അവിടെ വേണ്ട എന്നുള്ള ഉറച്ച നിലപാടിലാണ് നാട്ടുകാർ. അതിലെല്ലാ രാഷ്ട്രീയത്തിൽപ്പെട്ടവരുമുണ്ട്, രാഷ്ട്രീയമില്ലാത്തവരുമുണ്ട്. എല്ലാ രാഷ്ട്രീയത്തിന്റെ പ്രതിനിധികളും അവിടെ ഇപ്പോൾ എത്തിച്ചേർന്നിട്ടുണ്ട്. RDO സ്ഥലത്തുണ്ട്. നാട്ടുകാരുമായി ചർച്ച നടത്തുന്നു. ഈ കഴിഞ്ഞ ആഴ്ച കൊല്ലം ജില്ലാ കളക്ടർ ചർച്ച നടത്തിയിരുന്നു. ഇതിലൊന്നും സമവായം ആയതുമില്ല ഇതുവരെ. ശരി രാജ്കുമാറാണ് വിവരങ്ങൾ വിശദാംശങ്ങൾ നൽകിയത്.